ഒരു നിമിഷങ്ങളുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരമകാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച മധ്യാഹ്ന സമയത്ത് ഏഴകളും പാപികളുമാ അടിയങ്ങൾ നിന്റെ സന്നിധിയിൽ പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് ഈ ആലയത്തിൽ വന്നുകൂടുവാൻ ഇടയാക്കിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ അറിവോടും അറിവുകൂടാതെയും മനസ്സുകൂടാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും നിന്റെ ഓർമ്മയിൽ നിന്ന് നീ മായിക്കണമേ. നിന്നെ അറിയുവാനും നിന്റെ ഇഷ്ടം ചെയ്യുവാനും നിന്റെ ശബ്ദം കേൾപ്പാനും ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളിവിടെ ആയിരിക്കുന്ന ഒന്നും ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമോ അല്ലല്ലോ പിതാവേ. എല്ലാം അവിടുത്തെ ദീർഘക്ഷമയും മഹാകരുണയും എന്നറിഞ്ഞ് നിന്നെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നീ അവിടുന്ന് അരുളിച്ചത് പ്രകാരം എൻ്റെ പിതാവിൻ്റെ ആകർഷണമില്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് അരുളിച്ചത് കർത്താവേ, നിന്റെ പരിശുദ്ധമായ ആകർഷണത്താൽ ഇന്ന് ആലയത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ശരീരത്തെയും നിന്റെ ആത്മാവിനെയും അവിടുന്ന് വിശുദ്ധീകരിച്ച് ഈ സഭയുടെ ദൈവിക മക്കളായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളേവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ, ചിന്തകളെ വെടിപ്പാക്കണമേ. ഇന്ന് കേൾക്കുന്ന വചനങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ വളർത്തണമേ. അത് ദൈവികമായ സാന്നിധ്യം ഉൾക്കൊണ്ട് ജീവിപ്പാൻ അനേകർക്ക് മാതൃകയായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയ എല്ലാ ആത്മാക്കളെ ഇമ്പങ്ങളുടെ പർദീസയിൽ നീ ആശ്വസിപ്പിക്കണമേ. അത് നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും കരയേറ്റുവാണ്ട് തന്നെ. ആമീൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 22-ാം വാക്യം. റോമാലേഖനം 6-ാം അധ്യായം 22-ാം വാക്യം ഇവിടെ വായിക്കുന്നു: എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു. ഒരിക്കൽ കൂടി വായിക്കുന്നു: എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്യനായ ജോസഫ് റമ്പാച്ചൻ, വൈദിക ശ്രേഷ്ഠര്, പുതിയ ഇസ്രയേലാകുന്ന സഭയുടെ തീർത്ഥാടക സമൂഹമേ, ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് ഒരിക്കൽ കൂടി ഈ ആലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവവചനത്തെ, മാറ്റമില്ലാത്ത ദൈവവചനത്തെ നിങ്ങളോടൊത്ത് ചിന്തിക്കുവാനും ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വന്യനായ ജോസഫ് റമ്പാച്ചൻ പരിശുദ്ധമായ സഭയുടെ ഇപ്പോഴത്തെ യാത്രയെപ്പറ്റി വളരെ ഭംഗിയായിട്ട് ശ്രേഷ്ഠമായ രീതിയിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി. പാപ മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിമുക്തനാക്കുവാനായിട്ട് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരികയും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അഭയയാചന അർപ്പിച്ചുകൊണ്ട് വീണ്ടും വരും എന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് സഭ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഉയർപ്പിൻ്റെ പ്രത്യാശ അതൊരിക്കലും മാഞ്ഞുപോകാത്ത പ്രത്യാശയായിട്ട് മാറുമ്പോൾ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിന് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് വലിയൊരു ഊർജമായിട്ട് മാറുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ കുരിശ് അതുതന്നെയാണ് നമ്മളോട് സംവേദിക്കുന്നത്. ഒരിക്കലും മാറ്റപ്പെടാത്ത ദൈവികമായ സാന്നിധ്യവും അനുഗ്രഹവും കൃപയുമാണ് കുരിശ് നമുക്ക് നൽകുന്നത്. അത് കഷ്ടതയായിരുന്നാലും രോഗമായിരുന്നാലും ദുഃഖമായിരുന്നാലും അതിനെ വിജയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നമുക്ക് ഇടയാകും എന്നത് ഈ സഭയുടെ ഒരാത്മീയ ചൈതന്യമായിട്ട് മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. അല്പസമയം ഈ പരിശുദ്ധാലയത്തിൽ കടന്നു വരുവാൻ ദൈവം നമ്മളെയൊക്കെ ഈ ഒരു അവസരത്തിൽ ഇടയാക്കി. ഒരുപാട് തിരക്കുകൾ നമുക്ക് ഉള്ള ഒരു ജീവിതമാണെന്ന് നമുക്കറിയാം. മനുഷ്യൻ്റെ തിരക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ വൈകിട്ട് കിടക്കുന്നത് വരെ തിരക്കുകളുടെ ഇടയിലൂടെ മനുഷ്യൻ ഓടുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ ഈ വെള്ളിയാഴ്ചയിൽ അല്പസമയം ഈ ആലയത്തിൽ വന്നിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ഇടയാക്കിയ നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
യേശുതമ്പുരാൻ അരുളി ചെയ്തു, എൻ്റെ പിതാവിൻ്റെ ആകർഷണമില്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ദൈവ സാന്നിധ്യ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. പല തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ ഏതോ ആകർഷണത്താലാണ് നിങ്ങൾ ഇന്നിവിടെ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഏതെങ്കിലും നന്മയുടെ ആകർഷണമായിരിക്കാം, മറ്റുള്ളവർക്ക് നാം ചെയ്യുന്ന നന്മയുടെ ആകർഷണമായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും ഈ സന്നിധിയിലേക്ക് കടന്നു വന്ന നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഈ സഭയുടെ തുടർന്നുള്ള യാത്ര നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിലും ധ്യാനനിരതമായ ജീവിതത്തിലും ആയിരിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഭാരതീയ പാരമ്പര്യത്തിൽ ഗുരുക്കന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിൻ്റെ കഥ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരുവിനോടൊപ്പം താമസിച്ച ശിഷ്യന്മാർ തങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടുന്ന ആത്മീയ ഭൗതിക പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു ദൈവിക മനുഷ്യരായിട്ട് മാറുന്ന ഒരു നല്ല പാരമ്പര്യം ഭാരതത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്ത കഥകൾ നമുക്ക് പല വായനകളിലൂടെ നമ്മൾ കേട്ടിരിക്കാം. അങ്ങനെയുള്ള ഒരു കഥ ഒന്ന് നിങ്ങളെ സൂചിപ്പിച്ച് ധ്യാനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഗുരുവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യൻ കടന്നു വന്നിട്ട് ചോദിച്ചു, ഗുരു, എനിക്ക് ഏകാഗ്രത പഠിക്കണം. എന്താണ് ഏകാഗ്രത, ജാഗ്രത എന്താണെന്ന് എനിക്ക് അറിയില്ല, ഗുരു എനിക്ക് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞു. ഗുരു വളരെ സന്തോഷത്തോടെ ശിഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. 3 വാതിലുകളുള്ള മുറിയിലേക്ക് ശിഷ്യൻ കൊണ്ടുപോയി ഗുരു വെളിയിൽ നിന്നിട്ട് ഗുരു വിളിച്ചു പറഞ്ഞു, വാതിൽ അടയ്ക്കാൻ പറഞ്ഞു. ക്ലോസ് ദ ഡോർസ്, വാതിലടയ്ക്കാൻ പറഞ്ഞു. ശിഷ്യൻ നോക്കിയപ്പോൾ 3 വാതിലുണ്ട്. പോയി ഒരെണ്ണം അടച്ചു. വീണ്ടും ഗുരു വിളിച്ചു പറയുക, വാതിലടയ്ക്കാൻ പറഞ്ഞു. ശിഷ്യൻ നോക്കിയപ്പോൾ ഇനി 2 വാതിലേ ഉള്ളൂ. ഒരെണ്ണം കൂടി പോയി അടച്ചു. വീണ്ടും ഗുരു വിളിച്ചു പറഞ്ഞു, വാതിലടയ്ക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ 1 വാതിലേ ഉള്ളൂ. അതും പോയി അടച്ചു. വീണ്ടും ഗുരുവിന്റെ ശബ്ദം കേൾക്കുന്നു, വാതിലുകൾ അടയ്ക്കുക. ശിഷ്യൻ വിഷമിച്ചു പോയി. ഇനിയും 1 വാതിലില്ല, ഞാൻ ഏത് വാതിലാണ് അടയ്ക്കേണ്ടത്? വിഷമിച്ച് നിന്ന ശിഷ്യന്റെ തോളിൽ തട്ടി ഗുരു അവനെ വെളിയിൽ കൊണ്ടുപോയി, ഒരു പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി. എന്നിട്ട് ഗുരു വിളിച്ചു പറഞ്ഞു, വാതിലടയ്ക്കാൻ പറഞ്ഞു. ഈ സമയം ശിഷ്യന്റെ ഉൾക്കണ്ണ് തുറന്നു. അവൻ വാതിലടച്ചു. ഗുരുവിന്റെ കാൽക്കൽ വീണു, നമസ്കരിച്ചു. ജാഗ്രത, ഏകാഗ്രത പഠിച്ച് തിരിച്ചുപോയി. ഈ പറഞ്ഞതിൽ നിന്ന് ജാഗ്രത, ഏകാഗ്രത ഞാനും നിങ്ങൾ പഠിച്ചോ എന്നത് വളരെ സംശയമാണ്. വാതിലടയ്ക്കാൻ പറഞ്ഞപ്പോൾ ഭൗതിക വാതിലുകൾ ശിഷ്യൻ അടച്ചപ്പോൾ ഗുരു പറഞ്ഞു, ഈ വാതിലല്ല നീ അടയ്ക്കേണ്ടത്. നിനക്ക് ജാഗ്രത, ഏകാഗ്രത, ഉണർവ് നീ പഠിക്കണമെങ്കിൽ നീ അടയ്ക്കേണ്ട മറ്റൊരു വാതിലുണ്ട്. പുറം ലോകങ്ങളിലേക്ക് തുറന്നു കിടക്കുന്ന നിന്റെ ആത്മ ശരീര മനസ്സുകളുടെ വാതിൽ നീ അടയ്ക്കുക. അപ്പോൾ നിനക്ക് ഏകാഗ്രത ഉണ്ടാകും, ജാഗ്രത ഉണ്ടാകും, നീ ധ്യാനനിരതരാകും. ഭൗതിക ലോകങ്ങളിലേക്ക്, കാണുന്ന ഈ മായാലോകങ്ങളിലേക്ക് നമ്മൾ തുറന്നു കിടക്കുന്ന വാതിൽ ഒരുപാടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും വാതിൽ തുറന്നു കിടന്നാൽ ഒരിക്കലും ഒരു മനുഷ്യനും ജാഗ്രതയോടും ഏകാഗ്രതയോടും ദൈവത്തെ വിളിക്കുവാൻ സാധിക്കുകയില്ല എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി വാതിലടച്ച് പ്രാർത്ഥിക്കുക. ഈ വാതിൽ ഈ മൺകൊട്ടുകൊണ്ട് അതിൽ ഈ മരം കൊണ്ടുണ്ടാക്കിയ വാതിലായിട്ടല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് നിന്റെ ഹൃദയത്തിന്റെ വാതിലടയ്ക്കുക. നിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഈ ലോകത്തിന്റെ ചിന്തകളെയും മായാമോഹങ്ങളുടെയും വാതിലുകൾ അല്പസമയത്ത് നീ അടയ്ക്കുക. അപ്പോഴാണ് നിനക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ, രഹസ്യത്തിലുള്ള നിന്റെ ദൈവത്തോട് സംസാരിക്കുവാനുള്ള അവസരം ദൈവം തരുന്നതെന്ന് പ്രത്യേകിച്ച് ഓർക്കുക. അതുകൊണ്ട് ഈ പരിശുദ്ധ ആലയത്തിൽ ധ്യാനത്തിനായിട്ട് വന്നിരിക്കുന്ന നിങ്ങളോടുള്ള ആദ്യത്തെ അഭ്യർത്ഥന, നിങ്ങളുടെ വാതിലുകൾ അടയ്ക്കുക. നിങ്ങളുടെ രോഗം, ദുഃഖം, പ്രയാസം, നിങ്ങളുടെ ഈ ലോക ജീവിതത്തിലെ ആകുലതകൾ, പരിഭ്രമങ്ങൾ, ജീവിതത്തിലെ എന്ത് ആകുലതകളായിരുന്നാലും അതൊക്കെ അല്പസമയത്തേക്ക് നിങ്ങൾ അടയ്ക്കുക. ക്രൂശിതനിലേക്ക് നോക്കുക, ക്രിസ്തുവിലേക്ക് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവിക വെളിച്ചമുണ്ടാകും. അത് നിങ്ങളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായി മാറും. നിങ്ങളുടെ ശരീരം എവിടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് എവിടെയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ശരീരം ഇവിടെ ഉണ്ട്, സാന്നിധ്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സ് എവിടെ പോകുന്നുണ്ടോ, എവിടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ടോ, ഏത് ലോകങ്ങളിലേക്കും പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. അതിനെയൊക്കെ തിരിച്ചു വിളിക്കുക. അതിനെയൊക്കെ തിരിച്ചു വിളിച്ച് ആത്മ ശരീര മനസ്സുകളെ ഒരേ ദിശയിൽ സഞ്ചരിക്കുവാൻ ഒന്ന് അനുവദിക്കുക.
തീർച്ചയായിട്ടും ധ്യാനം ദൈവസന്നിധിയിലേക്ക് ഉയരും. ധ്യാനത്തിങ്കൽ തീ കത്തുമെന്നൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അത് ഈ അവസ്ഥയാണ്. നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളെയൊക്കെ വിട്ട് ദൈവസന്നിധിയിൽ മാത്രം ധ്യാനത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മനസ്സിവിടെ ഉണ്ടായിരിക്കണം, ശരീരം ഇവിടെ ഉണ്ടാക്കണം, ആത്മാവ് ഇവിടെ ഉണ്ടായിരിക്കണം. മൂന്നും സമഞ്ജസമായിട്ട് സമ്മേളിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ധ്യാനം പൂർണ്ണമാകും. ഇല്ല എങ്കിൽ നമ്മുടെ സാന്നിധ്യം ഇവിടെ ആർക്കും ഒരു അനുഗ്രഹമായിട്ട് മാറുന്നില്ല. പരിശുദ്ധന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കാം, നമ്മുടെ ശരീരത്തെ ഇവിടെ ആക്കാം, നമ്മുടെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. അവിടെ നമ്മുടെ ധ്യാനം പൂർണ്ണമാവുകയാണ്. വായിച്ചു കേട്ട പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ശ്രേഷ്ഠമായ വേദഭാഗം ഒരിക്കൽ കൂടി വായിക്കുകയാണ്. റോമാലേഖനം 6 അധ്യായം 22 എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ഒരു മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ദൈവം കൊടുക്കുന്ന വലിയ ഭാഗ്യത്തിന്റെ അവസ്ഥയാണ് പൗലോസ്ലീഹ വ്യക്തമാക്കുന്നത്. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യം, ഫ്രീഡം, അതേതാണെന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പോരാടുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ദൈവം പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യം ഏതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇത് ദൈവം കുരിശിൽ വെച്ച് മനുഷ്യന് നൽകി എന്നത് ദൈവത്തിന്റെ വലിയൊരു മഹാമനസ്കതയാണ്. നമ്മൾ ചോദിക്കാതെ, നമ്മൾ വാവിട്ട് കരയാതെ ദൈവം വലിയൊരു സ്വാതന്ത്ര്യം മനുഷ്യന് തന്നു. അത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. രണ്ടാമത് ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്, ഒരു പേരാ കൊടുക്കുന്നത്. എന്താ പേര്? നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണ് എന്നുള്ളൊരു പേര്. ദൈവത്തിന്റെ ദാസന്മാരെന്നുള്ളൊരു പേര് നമുക്ക് ലഭിക്കുന്നു. മൂന്നാമത് ദൈവം നമുക്ക് നൽകുന്ന ഒരു പുണ്യം വിശുദ്ധീകരണവും നിത്യജീവനുമാകുന്നു. എന്ത് വലിയൊരു ഭാഗ്യത്തിന്റെ അവസ്ഥയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ലഭിക്കേണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അവന് ലഭിക്കേണ്ട ഏറ്റവും വലിയ പേര് ദൈവത്തിന്റെ ദാസന്മാരല്ലെങ്കിൽ ദാസികൾ എന്ന പേരാണ്. ഇതിലൂടെ നമ്മൾ ആർജിക്കേണ്ട പുണ്യം എന്ന് പറയുന്നത് വിശുദ്ധീകരണവും നിത്യജീവനും ആണ് എന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹ റോമരെ എഴുതി പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള വലിയ പുണ്യങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ തിരിച്ച് ദൈവത്തോട് ചില കടമകൾ, കടപ്പാടുകൾ, പ്രതിബദ്ധതകൾ, ചില കമ്മിറ്റ്മെന്റ്സ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. ദൈവം നമുക്ക് ധാരാളമായിട്ട് കൃപകളും അനുഗ്രഹങ്ങളും തരുമ്പോൾ തിരിച്ച് ദൈവത്തോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്നത് വളരെ വസ്തുതയാണ്. എന്തായിരിക്കണം? ദാസരായ നമുക്ക് ദൈവത്തോട് ഉണ്ടായിരിക്കേണ്ട കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പ്രതിബദ്ധത. ദാസരായ മനുഷ്യർക്ക് ദൈവത്തോടുണ്ടായിരിക്കേണ്ട പ്രതിബദ്ധതകൾ 3 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെയൊക്കെ അവസ്ഥയിലെ നിന്ന് മാറാമെന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവം യജമാനായിരിക്കുമ്പോഴും ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന പേര് നിങ്ങൾ ദാസന്മാരാണ്. പിന്നീട് നിങ്ങൾ സഹോദരങ്ങൾ എന്നൊക്കെ പഠിപ്പിക്കുന്നെങ്കിലും ദാസരായിരിക്കുന്ന നമുക്ക് ദൈവത്തോടുണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഒരു വലിയ കടമയുണ്ട്. അതാണ് സ്പിരിച്വൽ കമ്മിറ്റ്മെന്റ്, ആത്മീയ പ്രതിബദ്ധത എന്നൊക്കെ നമ്മൾ പറയും. ആത്മീയ പ്രതിബദ്ധത എന്തുവാ? ആത്മീയ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദൈവത്തോട് അല്ലെങ്കിൽ ദാസരായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ദൈവത്തോടുണ്ടായിരിക്കേണ്ട ആത്മീയ പ്രതിബദ്ധത എന്ത് തന്നെയാണ്? അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വ്യക്തമായിട്ട് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. 6 അധ്യായം 9 നിങ്ങളുടെ യജമാനൻ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ട്. നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ യജമാനത്വത്തെ മനുഷ്യൻ അംഗീകരിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ആത്മീയ പ്രതിബദ്ധതയിൽ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ യജമാനത്വം പൂർണ്ണമായിട്ടും മനുഷ്യൻ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു യജമാനനും ഈ ലോകത്തിൽ നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. ദൈവമല്ലാതെ മറ്റൊരു യജമാനനും ഈ ലോകത്തിൽ മനുഷ്യൻ ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞു പോകുന്നതിന് മുമ്പ് ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നത് വ്യക്തമാക്കിയാണ്. കാരണം നിങ്ങളുടെ യജമാനൻ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ നിന്നാണ് നിങ്ങളുടെ അനുഗ്രഹങ്ങളും കൃപകളും തരുന്നത്. അങ്ങനെയെങ്കിൽ ദാസന്മാരായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവസന്നിധിയിൽ ദൈവത്തിന് വിധേയപ്പെട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം.
പ്രശസ്തനായ ആംഗലേയ സാഹിത്യകാരനാണ് T.S. എലിയട്ട് എന്ന് പറയും. അദ്ദേഹത്തിന് ഒരുപാട് കവിതകൾ പഠിച്ചിട്ടൊക്കെയുണ്ട്. അതിൽ യേശുതമ്പുരാനെ കാണുവാനായിട്ട് യാത്ര തിരിക്കുന്ന 3 മഗൂഷ്യന്മാർ, മാഗീസ് എന്ന് പറയും, ജേണി ഓഫ് ദ മാഗി, വിദ്വാൻമാർ, ഇവരുടെ യാത്രയെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഒരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ ജേണി ഓഫ് ദ മാഗി എന്ന അതിൻ്റെ പേര്. യേശുതമ്പുരാനെ കാണുവാൻ വേണ്ടി കിഴക്ക് നിന്ന് കണ്ട നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യുകയാണ് ഈ 3 വിദ്വാൻമാർ. അവരുടെ കുടുംബം മറന്നു, അവരുടെ ജീവിതം മറന്നു, അവരുടെ ജോലിയെല്ലാം മറന്നുകൊണ്ട് അവർ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് മരുഭൂമിയും മണലാരണ്യവും മുള്ളുകളൊക്കെ കടന്ന് അവർ യാത്ര ചെയ്തിട്ടും യേശുവിനെ കാണുവാൻ സാധിക്കുന്നില്ല. അവരല്പസമയം ചിന്തിച്ചു, ഞങ്ങളുടെ തീരുമാനം തെറ്റായിപ്പോയോ, ഞങ്ങളുടെ കുടുംബത്തെ വിട്ടു, ഞങ്ങളുടെ മക്കളെ വിട്ടൊക്കെ യാത്ര ചെയ്തിട്ട് ഞങ്ങളുടെ തീരുമാനം തെറ്റായിപ്പോയോ, യേശുവിനെ കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുവാൻ ഒരുങ്ങുമ്പോൾ പ്രതീക്ഷ കൈവിടാതെ അവർ പറയുക, നമുക്ക് വീണ്ടും പോകാം, വീണ്ടും യാത്ര ചെയ്യാം. വീണ്ടും യാത്ര ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ കൊട്ടാരം കാണുന്നുണ്ട്, രാജഭൃത്യന്മാരെ കാണുന്നുണ്ട്, പക്ഷെങ്കിൽ യേശുവിനെ മാത്രം കാണുന്നില്ല, യേശു കുഞ്ഞുവിനെ മാത്രം കാണുന്നില്ല. അവർ വീണ്ടും തീരുമാനിച്ചു, തിരിച്ചു പോകാം, തങ്ങളുടെ തീരുമാനം തെറ്റായിപ്പോയല്ലോ. പക്ഷെങ്കിൽ അവസാനം അവിടെ യാത്ര ക്രിസ്തുവിന്റെ സന്നിധിയിൽ എത്തുകയാണ്. യേശുവിന്റെ സന്നിധിയിൽ എത്തിയപ്പോൾ ഈ രാജാക്കന്മാർ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? അവരുടെ കയ്യിലുണ്ടായിരുന്ന പൊന്നും ഒരു കുന്തിരിക്കം സന്നിധിയിൽ സമർപ്പിച്ചു. യജമാനനാകുന്ന ക്രിസ്തുവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ പിന്നിട്ട വഴികളിലെ ദുരന്തം മരിക്കുന്നു, യേശു അവരുടെ ഉള്ളിൽ ജനിക്കുന്നു. ഇതാണ് ദൈവത്തെ യജമാനനായിട്ട് അംഗീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. പിന്നിട്ട വഴികളിലെ ദുരന്തങ്ങൾ മരിക്കുന്നു, യേശു നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നു. ഒന്ന് പരിശ്രമിച്ചു നോക്കാം. ദൈവസന്നിധിയിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന യജമാനന്മാരെ ഒന്ന് മാറ്റിയിട്ട് എൻ്റെ ക്രിസ്തു മാത്രമാണ് എൻ്റെ വലിയ യജമാനൻ എന്ന് വിളിച്ച് അവനോട് സംസാരിക്കുമ്പോഴും അവനെ വിധേയപ്പെട്ട് ജീവിക്കുമ്പോഴും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ രോഗം, ദുഃഖം, പാപം, മരണം ഇതൊക്കെ മാറുകയാണ്. ചെയ്തു പോയ തെറ്റുകളെ, കുറ്റങ്ങളെയൊക്കെ ദൈവം ക്ഷമിക്കുകയാണ്. കാരണം നമ്മൾ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ്. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മുടെ കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നത്. അത് വിലയുള്ളതാണ് സമർപ്പിച്ചിട്ടുള്ളത്. പൊന്നും മൂരും കുന്തിരിക്കവും വിലയുള്ളതാണ് സമർപ്പിച്ചത്. അത് യേശുവിൻ്റെ സന്നിധിയിൽ, യജമാനന്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ അവിടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അവർ മറന്നു. യേശു അവരുടെ ഉള്ളിൽ ജനിക്കുകയാണ്. ഇതാണ് വിളിച്ചു പറയേണ്ടത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പരിശുദ്ധ കന്യമറിയാം അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ കാര്യം എന്താണ്? അംഗീകരിക്കുകയാണ്. ദാസിയായിട്ട് ഞാൻ അംഗീകരിക്കുമ്പോൾ എൻ്റെ യജമാനൻ എൻ്റെ സ്വർഗത്തിലുണ്ട് എന്ന് വിളിച്ച് പറയുന്ന മാതാവിൻ്റെ മാതൃക നമുക്ക് വലിയൊരു ഊർജമായിട്ട് മാറട്ടെ. പ്രാർത്ഥിക്കാം. പല യജമാനന്മാരിന്ന് നമുക്കുണ്ട്. ദൈവത്തിൻ്റെ യജമാനത്തെ അംഗീകരിക്കുവാൻ മറന്നു പോകുമ്പോഴും ലോകം തരുന്ന ചില യജമാനന്മാരെ അംഗീകരിക്കുവാൻ വെമ്പൽ കൂട്ടുന്ന സമൂഹമാണ് നമ്മളെന്ന്. ഏതാണ് നമ്മുടെയൊക്കെ യജമാനന്മാർ? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് യജമാനന്മാർ നമുക്കുണ്ട്. ഏത് യജമാനനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്നതെന്ന് ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യകതയാണ്. 2 തിമോത്തിയോസ് 4:10 2 തിമോത്തിയോസ് 4:10 ഒരു യുവാവിൻ്റെ യാത്രയെപ്പറ്റി പൗലോസ്ലീഹ വേദനയോടെ പറയുന്ന ഒരു വാക്യമുണ്ട്. 2 തിമോത്തിയോസ് 4:10 ഒരു വലിയ മഹാനഗരത്തിന്റെ പ്രൗഢി കണ്ട് മയങ്ങി ഒരു യുവാവ് യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര അവസാനിക്കുന്നത് റോമൻ കാലഘട്ടത്തിന്റെ വളരെ ജനനിബിഡവും പ്രസിദ്ധവുമായ മാസിഡോണിയയുടെ തലസ്ഥാനമായ തെസലോണിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ യുവാവ് ചെന്ന് നിൽക്കുന്നത്. വളരെയേറെ യാത്ര ചെയ്തിട്ട് ഈ മനുഷ്യൻ ചെന്ന് നിൽക്കുക തെസലോണിക്കയിൽ ചെന്ന് നിന്നു. 4:10 2 തിമോത്തിയോസ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോണിക്കയിലേക്ക് പോയി. പൗലോസ്ലീഹ പറയുന്ന വാക്യമാണ്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോണിക്കയിലേക്ക് പോയി. ഒരു ദൈവ പുരുഷന്റെ വേദനയായിട്ട് അത് കാണേണ്ടത്. ഇത്രയും നാൾ തന്നോടൊപ്പം ദൈവ ശുശ്രൂഷ ചെയ്ത ദേമാസ് എന്ന് പറയുന്ന യുവാവ് ഒരു സുപ്രഭാതത്തിൽ എന്നെ വിട്ടിട്ട് തെസലോണിക്കയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമാക്കുന്നത് ഇത്രയും നാൾ അവൻ സ്നേഹിച്ച ദൈവമാകുന്ന യജമാനനെ വിട്ട് ഇന്നു മുതൽ അവൻ പുതിയ യജമാനനെ തെരഞ്ഞെടുത്തു. അതാണ് ലോകം. വേൾഡ്ലി പ്ലഷേഴ്സ്, ദൈവത്തിലെ മറന്നുപോകുന്ന മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന യജമാനനാണ് ലോകമെന്ന് പറയുന്നത്. ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ വേദനിക്കുന്നത് ആരാന്നറിയാമോ? സ്വർഗമാണ് വേദനിക്കുന്നത്.
സ്വർഗത്തിന്റെ വേദന മനുഷ്യൻ കാണാതെ പോകുന്നത് വലിയ പ്രയാസം. ഈ ലോകത്തിന്റെ ഈ മൂല്യച്യുതിയുടെ ഏറ്റവും വലിയൊരു പരാജയ കാരണം തന്നെയാണ്. സ്വർഗത്തിന്റെ വേദന നമ്മൾ കാണുന്നില്ല, കുടുംബത്തിന്റെ വേദന കാണുന്നുണ്ട് നമ്മൾ പലപ്പോഴും. പക്ഷെങ്കിൽ ദൈവം വേദനിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടേ കാണുന്നില്ല എന്നത് വ്യക്തമാക്കുകയാണ്. ദൈവം വേദനിച്ചതിന്റെ ഉദാഹരണമാണ് പൗലോസ് പറയുന്നത്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. എന്നോടൊപ്പം ഇരുന്ന, എനിക്ക് കൂട്ടുവേല ചെയ്തിരുന്ന, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഈ ദേമാസ് ലോകത്തിന്റെ മോഹങ്ങളിൽ മയങ്ങി യാത്ര ചെയ്യുകയാണ്. അവന്റെ സാന്നിധ്യം എനിക്കിനി ഉണ്ടാകുകയില്ല എന്ന് വേദനയോട് പറയുന്ന ദേമാസിന്റെ വാക്കുകൾ, പൗലോസിന്റെ വാക്കുകൾ ദേമാസായിട്ട് നമ്മളെ മാറ്റരുതേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ വിട്ട് ലോകത്തിന്റെ പുറകെ യാത്ര ചെയ്യുവാൻ നമുക്ക് ഇടയാകരുത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ വെല്ലുവിളിയായിട്ട് മറ്റൊരു യുവാവിനെ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യം. യോഹന്നാൻ 12:19. ഇവിടെ പരീശന്മാരാണ് വേദനയോടെ പറയുന്നത്. പരീശന്മാർ പറയുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലോകം അവന്റെ പിന്നാലെ പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലോകം അവന്റെ പിന്നാലെ പോയി എന്നാണ് പരീശന്മാർ പറയുന്നത്. ആരുടെ പിന്നാലെയാ ലോകം പോയത്? ആരുടെ പിന്നാലെ ആയിരിക്കാം ലോകം പോകുന്നത്? യേശുവിൻ്റെ പിന്നാലെ. തീർച്ചയായിട്ടും പരീശന്മാർ പറയുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലോകം അവന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് ഒരു യുവാവ് ലോകത്തിന്റെ പിന്നാലെ പോയപ്പോൾ ഇവിടെ ലോകം മുഴുവനും ഒരു യുവാവിന്റെ പിന്നാലെ പോകുന്നു. അതാണ് ക്രിസ്തു. ഈ പിന്നാലെ പോവുക എന്ന വാക്ക് ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? യേശു തമ്പുരാൻ മുന്നേ പോകുന്നു, പിറകെ എല്ലാവരും പിന്നാലെ ഇങ്ങനെ നടന്നു പോകുന്നു എന്നായിരിക്കാം നമ്മുടെ മനസ്സിലേക്ക് ആദ്യത്തെ ചിന്ത. എന്നാൽ അതിനപ്പുറം ഒരു അർത്ഥമുണ്ട്. ഈ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊരു വാക്കിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. അതൊരു പിരിച്ചെഴുതി അതൊരു വ്യാഖ്യാനം നൽകുകയാണ്. അനുസരണം എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ. അനു എന്നാൽ പിന്നാലെയും ശരണം എന്നാൽ പോവുക എന്നുമാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ലോകം അവനെ അനുസരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. ലോകം മുഴുവനും ഒരുത്തനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ യജമാനത്വം അംഗീകരിക്കുക എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് മാറുന്നത്. പിന്നിട്ട് പോകാം. ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ജനം ഞാനും നിങ്ങളുമാകുന്നുവെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടെ ലോകത്തിലുള്ള മോഹങ്ങളിലൊക്കെ വിട്ടുപിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ചേരാം. ദൈവം മാത്രം നമ്മുടെ യജമാനനായിട്ട് കണ്ട് അവൻ്റെ സന്നിധിയിലേക്ക് പോകാം. ഇവിടെ ആത്മീയമായിട്ട് ചില കാര്യങ്ങൾ നമുക്കുണ്ടാകണം. ആത്മീയ പക്വത എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന വാക്യം. ആത്മീയമായിട്ട് നമ്മൾ ഉണ്ടോ? ആത്മീയമായിട്ട് വളരുന്നുണ്ട്. പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വളരും, അല്ലയോ? ആരാധനയിൽ സംബന്ധിച്ചാൽ നമ്മൾ വളരും. പക്ഷേ പക്വത എന്നൊരു വാക്കുണ്ട്. സ്പിരിച്വൽ മെച്യൂർഡായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? ആത്മീയമായിട്ട് പക്വതയുള്ളവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? ഇല്ല എങ്കിൽ ലോകം നമ്മളെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യർ, അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ ആലയത്തിൽ വരുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനി ഈ ലോകത്തിലാണ് ജീവിച്ചത്. പക്ഷെങ്കിൽ ലോകം ഒരിക്കലും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് അദ്ദേഹം സമ്മതിച്ചില്ല. പ്രലോഭനം കടന്നു വരുമ്പോഴും അതിനെയൊക്കെ തട്ടിമാറ്റുവാനായിട്ടുള്ള ആർജവത്വം കാണിച്ച മനുഷ്യരാണ് പരിശുദ്ധന്മാർ. ഒരിക്കലും നമ്മെ കീഴ്പ്പെടുത്തുവാൻ, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കുവാൻ പാടില്ല. കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ് ദ മങ്ക് എന്ന് പറയുന്ന ചിത്രം. സന്യാസി, ഒരു ഇംഗ്ലീഷ് ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ ഇതിവൃത്താന്തം വളരെയേറെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണതിൻ്റെ. ആ കഥ തുടങ്ങുന്നത് ഒരു യുവ വൈദികനാണ്, ഒരു കുമ്പസാരക്കൂട്ടിലിരിക്കുകയാണ്. വളരെയേറെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആകർഷിക്കപ്പെട്ട ഒരു വൈദികനാണ്. വളരെയേറെ നല്ലപോലെ പ്രസംഗിക്കുകയും ധ്യാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വൈദികന്റെ കഥയാണത് പറയുന്നത്. യുവ വൈദികനാണ്. അദ്ദേഹം കുമ്പസാരക്കൂട്ടിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആ ഇടവകയിലെ ഏറ്റവും പ്രമാണിയായ ധനാഢ്യനായ ഒരു മനുഷ്യൻ കുമ്പസാരിക്കാൻ കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ വൈദികൻ്റെ അടുത്തിൽ വന്നിരുന്ന് കുമ്പസാരിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഞാൻ പാപം ചെയ്തു പോയി അച്ഛാ, തെറ്റുകൾ ചെയ്തു പോയി, അരുതാത്ത വഴികളിൽ ഞാൻ നടന്നുപോയി, ചെയ്യാൻ പാടില്ലാത്ത അക്രമവും അനീതിയും ഞാൻ എൻ്റെ ഈ സമ്പാദ്യങ്ങൾ കൊണ്ട് ചെയ്തു പോയി, എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് വളരെയേറെ പ്രലോഭനത്തിൽ ഞാൻ പെട്ടുപോയി എന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹം കുമ്പസരിക്കുകയാണ്. വൈദികൻ തിരിച്ചു പറയുകയാണ്, നിന്റെ പാപങ്ങൾ ദൈവം ക്ഷമിക്കും,
നീ ചെയ്തു പോയ തെറ്റുകൾ ദൈവം തമ്പുരാൻ ക്ഷമിക്കും. പിന്നിട്ട വഴിയിലേക്ക് നീ തിരിഞ്ഞു പോകരുത്. നിന്റെ പാപങ്ങളെയൊക്കെ ദൈവം തമ്പുരാൻ അവിടുന്ന് കഴുകി വെടിപ്പാക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നല്ല ഒരു ആത്മീയ സന്ദേശം, ഒരു മനസ്സിനൊരു കുളിർമ ഒക്കെ നൽകി അദ്ദേഹത്തെ പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോൾ ഈ മനുഷ്യൻ തികച്ചും വ്യക്തിപരമായൊരു ചോദ്യം ഈ അച്ഛനോട് ചോദിക്കുകയാണ്. അച്ഛാ, അച്ഛനും പ്രലോഭനം വരാറില്ലേ എന്ന് ചോദിച്ചു. അച്ഛനും പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകാറില്ലേ എന്ന് ഒറ്റ ചോദ്യമാണ് അച്ഛനോട് ചോദിച്ചത്. ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. പ്രലോഭനത്തിലൂടെ ഞാൻ കടന്നു പോകും, പക്ഷെങ്കിൽ ഞാൻ അനുവദിക്കുന്നിടത്തോളം മാത്രമേ പ്രലോഭനം എൻ്റെ ഉള്ളിലേക്ക് വരികയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം വളരെയേറെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറേണ്ട ഒരു വാക്യമാണ്. പ്രലോഭനം എത്രയുണ്ടെങ്കിലും ഞാൻ അനുവദിച്ചാൽ മാത്രമേ ഈ പ്രലോഭനം, ഈ ലോകം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയുള്ളൂ. ഞാൻ അനുവദിച്ചില്ല എങ്കിൽ ഒരുത്തിനും, ഒരു സാത്താനും, ഒരു പിശാചിനും എന്നെ കീഴ്പ്പെടുത്തുവാൻ, ഒരു മദ്യത്തിനും ഒരു മയക്കുമരുന്നിനും എന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ആർജവത്വം കാണിക്കുന്ന ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ വളരണം. നമ്മളൊക്കെ നിന്നു കൊടുക്കുന്നു. പ്രലോഭനം കടന്ന് എൻ്റെ ശരീരത്തിൽ മേയട്ടെ എന്ന് ആഗ്രഹിച്ച് നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വേദനിക്കുന്നു. സ്വർഗം വേദനിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിൻ്റെ വേദന നമ്മുടെ വേദനയായിട്ട് മാറി തിരുത്താൻ നമുക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ ആരാണ് യജമാനൻ, ആരാണ് ദാസൻ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാനാണ് ദാസൻ. ദൈവസന്നിധിയിൽ ഒന്നുമില്ലാത്ത മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ യജമാനത്വം അംഗീകരിക്കുക. അതുകൊണ്ടാണ് ദൈവം വിളിച്ച് ഇറക്കുന്നത്. ആരെയാണെന്നറിയാവും? സക്കായിയെ വിളിച്ചിറക്കി. എവിടെ നിന്ന് ഇറങ്ങാനാ പറഞ്ഞ്? സക്കായി, നീ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. എവിടെ നിന്ന് ഇറങ്ങാനാ പറഞ്ഞു? കാട്ടത്തിയിൽ നിന്ന് ഇറങ്ങി വരാൻ ദൈവം സക്കായിയോട് പറഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഉള്ളിലൂടെ മറ്റൊരർത്ഥം കടന്നു പോകുന്നുണ്ട്. നീ ആശ്രയം വെച്ചിരിക്കുന്ന നിന്റെ സമ്പത്തിന്റെ കൊമ്പത്ത് നിന്ന് നീ ഇറങ്ങി വാ സക്കായി, നിന്നെ ഞാൻ നല്ല മനുഷ്യനാക്കി മാറ്റാമെന്നാണ് ക്രിസ്തു പറഞ്ഞത്. ഇതാണ് ചിന്തിക്കേണ്ടത്. കാണുന്നതിൽ നിന്ന് അപ്പുറമാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. നീ ഇത്രയും നാൾ ആശ്രയം വെച്ച് ഉണ്ടാക്കിയ പണം, സമ്പാദ്യം, നിന്റെ യജമാനനായ സമ്പാദ്യത്തിൽ നിന്ന് നീ ഓരോ പടി ബന്ധപ്പെട്ട് ഇറങ്ങി വാ സക്കായി, നിന്നെ ഞാൻ അബ്രഹാമിന്റെ പുത്രനാക്കി വീണ്ടുമാക്കാം എന്നാണ് ക്രിസ്തു പറയുന്നത്. ഇറങ്ങി വരുവാൻ സാധിക്കണം. നമുക്കൊക്കെ ഇറങ്ങി വരാം. ഏതൊക്കെ പടിയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്, എത്രയൊക്കെ നമ്മുടെ കുടുംബ മഹിമ പാരമ്പര്യത്തിന്റെ മുകളിൽ നമ്മൾ കയറിയിരുന്നാലും ദൈവം വിളിക്കും, ഒരു ദിവസം ഇറങ്ങി വാ. നീ ഇറങ്ങി വരാൻ പറയും. തീർച്ചയായിട്ടും ഇറങ്ങി വരണം. അന്ന് അവനും അവന്റെ കുടുംബവും രക്ഷപ്പെടുന്നത്. അവൻ മാത്രമല്ല രക്ഷപ്പെട്ടത്, അവന്റെ കുടുംബം രക്ഷപ്പെട്ടു. സമ്പാദ്യത്തിന്റെ ഉള്ളിൽ നിന്നും, സമ്പാദ്യം നമ്മുടെ യജമാനനായിട്ട് മാറുമ്പോഴും എന്തു തന്നെ ആയിരുന്നാലും ദൈവം വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ആ വിളിക്ക് യോഗ്യമായ വണ്ണം മനുഷ്യൻ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ പ്രതിബദ്ധത പൂർണ്ണമാവുകയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്, ഒരു ദാസന് ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഒരു കടമയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ യജമാനനായിട്ട് അംഗീകരിക്കുക. അത് അംഗീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പേരുണ്ട്. ഏതാണ് ആ പേര്? സ്വർഗരാജ്യ അവകാശികൾ എന്ന പേര്. ഒരു സമരവും ചെയ്യണ്ട. ഇന്ന് നമ്മൾ നേടിയെടുക്കുവാൻ വേണ്ടി സമരം, നിൽപ്പ് സമരമുണ്ട്, നടന്ന സമരമുണ്ട്, യാത്രകളുണ്ട്. അങ്ങനെ ഒരുപാട് സമരം ചെയ്യുന്ന മനുഷ്യനെ ദൈവം പറയുക, നീ ഒരു സമരവും ചെയ്യണ്ട, നിനക്ക് ഞാനൊരു പേര് തരാം, സ്വർഗരാജ്യ അവകാശികൾ. പക്ഷെങ്കിൽ നീ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ദൈവത്തെ നിന്റെ യജമാനനായിട്ട് അംഗീകരിക്കുക. നിന്റെ യജമാനനായിട്ട് അംഗീകരിക്കുക. അംഗീകരിച്ചില്ല എങ്കിൽ ദൈവം തച്ചുടച്ച് കളയും നിന്റെ യജമാനന്മാരെ. അതാ ചെയ്തത് ദൈവം പണ്ട്, തച്ചുടച്ച് കളഞ്ഞു ഒരു യജമാനനെ. ആരുടെ യജമാനനെയാ? അല്പസമയം മോശ സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിച്ചപ്പോൾ താഴെ നിന്ന അഹ്റോനും കൂട്ടരും പുതിയൊരു യജമാനനെ ഉണ്ടാക്കി. ആരാ അത്? കാളക്കുട്ടി, സ്വർണ്ണങ്ങൾ കൊണ്ടുള്ള കാളക്കുട്ടി ഉണ്ടാക്കി. ഇത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, തച്ചുടച്ച് കളയാൻ പറഞ്ഞു. മോശയ്ക്ക് ദൈവം മെസ്സേജ് കൊടുത്തു, കൽപ്പന കൊടുത്തു, ഇടിച്ച് ഉടച്ചു കളഞ്ഞതിനെ. ഒന്നിനെയും ദൈവത്തിനല്ലാതെ, ദൈവത്തിന് അപ്പുറം ഒന്നിനെയും ഉണ്ടാക്കുവാൻ മനുഷ്യൻ സാധിച്ചാൽ തച്ചുടച്ച് കളയും. ദൈവത്തോട് ഉയരുവാൻ, നമുക്ക് പേരുണ്ടാക്കുവാൻ ഒരു ഗോപുരം ഉണ്ടാക്കി പണ്ട് ദൈവം, ബാവേൽ ഗോപുരം. ഭാഷ കലക്കി കളഞ്ഞു, മുഴുവനും ഇടിച്ച് തകർന്നു പോയി. അതുകൊണ്ട് ഉയരുവാൻ ശ്രമിക്കരുത്, ഉയരുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ദൈവസന്നിധിയിൽ ഒന്നുമില്ലാത്ത മനുഷ്യനായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കാം. അതിനാണ് നമുക്ക് നൽകിയ പേര്, ദാസൻ എന്ന പേര്. ദൈവത്തിൻ്റെ കാൽക്കലായിരിക്കണം നമ്മുടെ യാചനകൾ, ദൈവത്തിൻ്റെ കാൽക്കലായിരിക്കണം നമ്മുടെ യാചനകൾ, ദൈവത്തിൻ്റെ കാൽക്കലായിരിക്കണം നമ്മുടെ കണ്ണുനീരുകൾ. അവിടെ വേണം. ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാണ്, അല്ലയോ? നിങ്ങൾ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ പാദപീഠമാണ്. നിങ്ങൾ വന്ന് കരയേണ്ടത് ഇവിടെയാണ്. ഈ കണ്ണുനീരാണ് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വീഴുമ്പോൾ അനുഗ്രഹമായിട്ട് മാറ്റുന്നത്.
ഈ അനുഗ്രഹം നമുക്ക് മാത്രമല്ല, ഈ സഭയ്ക്കും സമൂഹത്തിനും മുതലായിട്ട് മാറണം. അവിടെ നമ്മുടെ ആത്മീയ പ്രതിബദ്ധത പൂർണ്ണമാവുകയാണ്. ഒന്നാമത് സ്പിരിച്വൽ കമ്മിറ്റ്മെന്റ് ആണ് പറഞ്ഞത്. ദൈവസന്നിധിയിൽ നമ്മളൊക്കെ ദൈവത്തെ യജമാനനായിട്ട് കണ്ട് യജമാനത്വം അംഗീകരിച്ച് ദാസരായിട്ട് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മറ്റു യജമാനന്മാരെ തച്ചുടച്ച് കളയുവാൻ ഈ തുടർന്നുള്ള ജീവിതം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് ആദ്യ ഭാഗം അവിടെ നിർത്തുകയാണ്. രണ്ടാമത്തെ ദാസന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെയൊക്കെ രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ്, ഒന്ന് സ്പിരിച്വൽ ആണെങ്കിൽ, രണ്ട് ഏതായിരിക്കാം? സോഷ്യലാണ്. സാമൂഹിക പ്രതിബദ്ധത നമുക്കുണ്ടായിരിക്കണം. എന്താ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ? സമൂഹത്തോടുള്ള നമ്മുടെ ചില കടപ്പാടുകൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ദൈവത്തിന്റെ വേദനകളും തിരിച്ചറിയുന്ന മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ. ദൈവത്തിന് ചില കടമകൾ ഉണ്ട്, സമൂഹത്തോട് നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്. അതെന്താണെന്നൊന്ന് മനസ്സിലാക്കി അതിനോടൊന്ന് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അർത്ഥങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കാം. അതിനാദ്യത്തെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദൈവ സൃഷ്ടിയിൽ സകലരും സമന്മാരാണെന്ന് ഒന്ന് അംഗീകരിക്കുവാൻ ശ്രമിക്കുക. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകല മനുഷ്യരും സമന്മാരാണ്, തുല്യരാണ്. തുല്യതയുടെ തുലാസിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ പണക്കാരനാണോ, അവൻ വലിയ കുമ്പത്തിരിക്കുന്നവനാണെന്നല്ല ദൈവം സൃഷ്ടിക്കുന്നത്. സകലരെയും ഒരുപോലെയാണ് ദൈവം സൃഷ്ടിച്ചത്. അത് വ്യക്തമാക്കുകയാണ് വേദപുസ്തകം വ്യക്തമാക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടികർമ്മം എടുത്ത് പരിശോധിക്കുമ്പോൾ അറിയാം മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റൊരു സൃഷ്ടിക്കും കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ദൈവം ഈ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ നമുക്കറിയാം ദൈവം മനുഷ്യനെ തുല്യതയുടെ തുലാസിലാണ് അളക്കുന്നത്. എന്തൊക്കെയാണ് ദൈവം മനുഷ്യന് കൊടുത്തത്? ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് സൃഷ്ടിച്ചത് എന്തൊക്കെയാണ്, എന്തിലൊക്കെയാണ് ദൈവം സൃഷ്ടിച്ചത്? സ്വരൂപം, സദൃശ്യവും, അങ്ങനെ പല കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ ക്രോഡീകരിച്ച് നമുക്ക് 3 വാക്കും പറഞ്ഞാൽ, സ്വരൂപവും സാദൃശ്യവും ദൈവം മനുഷ്യന് കൊടുക്കുമ്പോൾ ദൈവം അവന് കൊടുക്കുന്ന പുണ്യം ജീവനാണ്. ജീവനാണ് ദൈവം അവന് ആദ്യം കൊടുത്തത്. ഒരു രൂപവും ഒരു സ്വഭാവവും ഇല്ലെങ്കിൽ ജീവനുള്ള മനുഷ്യനെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ജീവൻ കൊടുത്തു. 2, ദൈവം അവൻ എന്താ കൊടുത്തത്? അവനെ മൂക്കിലൂടെ ഊതിയിട്ട് എന്ന് പറഞ്ഞു ജീവശ്വാസം കൊടുത്തു, ജീവശ്വാസം. 3, അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവനൊരു പങ്കാളിയെ കൊടുത്തു. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവനും ജീവശ്വാസവും ജീവിതവും ദൈവം മനുഷ്യന് കൊടുത്തു. പലപ്പോഴും ഈ ജീവനും ഈ ജീവിതവും നമ്മൾ അനാവൃതമാക്കി കളയുന്നുണ്ട്, ഇല്ലയോ? നമ്മുടെ ജീവനെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നു. നമ്മുടെ പങ്കാളികളെ പിഴചാരി നമ്മൾ നമ്മിൽ നിന്ന് അകറ്റുന്നു. പക്ഷെങ്കിൽ ജീവശ്വാസം എന്നൊരു വാക്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എല്ലാ മനുഷ്യനും ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും എവിടെയായിരുന്നാലും ഈ ശ്വാസം ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. ഒരു നിമിഷത്തേക്ക് ഈ ശ്വാസം ഒന്ന് നിലച്ചു പോയാൽ നമുക്കൊരു പേര് പറയാം. എന്താണ്? മൃതശരീരം എന്ന പേരാണ് നമുക്ക് നൽകുന്നത്. ഇതാണ് തുല്യതയുടെ തുലാസ് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനും അഹങ്കാരത്തിന്റെ കണ്ണിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ചിന്ത ഒന്ന് കടന്നു പോവുക. ഈ ശ്വാസം ഒന്ന് നിലച്ചാൽ അത് ആരായിരുന്നാലും, ഏതു മനുഷ്യനായിരുന്നാലും, എത്ര സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നാലും ഈ മനുഷ്യനെ ദൈവസന്നിധിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു തുലാസിലാണ്, ഈ ജീവശ്വാസത്തിലാണ്. അതുകൊണ്ട് സകല സൃഷ്ടികളെയും ഒന്നായിട്ട് കരുതുവാൻ നമുക്ക് പഠിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ ജീവശ്വാസം. അവിടെ വർണ്ണമില്ല, വർഗമില്ല, വിവേചനമില്ല, ഒന്നുമില്ല. ഹൃദയങ്ങൾക്ക് പകരം എന്താണ്? ഹൃദയം മാത്രമേ ഉള്ളൂ. വൈദ്യശാസ്ത്രം പുരോഗമിച്ചു പോവുകയാണ്, ഇല്ലയോ? ഹൃദയങ്ങൾ മാറ്റിവെക്കപ്പെട്ട് കഴിയുകയാണ്. ഹൈന്ദവന്റെ ഹൃദയം ക്രിസ്ത്യാനി ഇന്ന് അനുഭവിക്കുന്നു. ഹൃദയത്തിന് വർഗമില്ല, വർണ്ണമില്ല. അത് ദൈവസാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ ബോധ്യമാണ്. നിന്റെ ഹൃദയം മറ്റൊരാൾക്കുണ്ടായിരിക്കണം. അവിടെയാണ് മനുഷ്യൻ ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നായിരുന്നില്ല എങ്കിൽ, ഒന്നാണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ മനുഷ്യരല്ലാതായിട്ട് മാറുന്നു, മൃഗങ്ങളായിട്ട് മാറുന്നു. മൃഗീയ സ്വഭാവമുള്ള മനുഷ്യനായിട്ട് മാറരുത് എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയിൽ ആദ്യത്തെ ഇതാണ് തുല്യത. മറ്റുള്ളവരെ തുല്യരായിട്ട് കാണുക. പൗലോസ്ലീഹായുടെ പഠിപ്പിക്കൽ വ്യക്തമാണ്. ക്രിസ്തുയേശു നിങ്ങളെല്ലാം ആരാണ്? സമന്മാരാണെന്നാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ കൂട്ടമുള്ളവനോ കുറവുള്ളവനോ ഒന്നും പറയിപ്പില്ല.
എല്ലാവരും സമന്മാരായിട്ട് പഠിപ്പിക്കുകയാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്കുള്ള വലിയൊരു കടമ, വലിയൊരു ഒരു 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 അറിവ് നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. സഹജീവികളെ സ്നേഹിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അറിയില്ല. 2015 വർഷം അവസാനിക്കുന്ന ഡിസംബർ 31 മലയാള മനോരമയിൽ ഒരു പേജുണ്ട്, യുവ എന്ന് പറയുന്ന പേജ്. യുവാക്കൾക്ക് വേണ്ടി മറ്റു വച്ചിരിക്കുന്ന കുറേ ആർട്ടിക്കിൾ ഒക്കെ ഉള്ള ഒരു പേജാണ്. അന്നത്തെ യുവ പേജിൽ വളരെ ആകർഷണീയമായ ഒരു ആർട്ടിക്കിൾ എഴുതിയത് കേരളത്തിലെ ഒരു യുവ നടനാണ്. പേര് ദുൽഖർ സൽമാൻ, മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ. അദ്ദേഹം എഴുതിയ ഒരു ആർട്ടിക്കിൾ വളരെയേറെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. അദ്ദേഹം 4 വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ്. ഈ 4 വ്യക്തികൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം. ആ വ്യക്തികളുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ദ റിയൽ ഹീറോസ് ഓഫ് ദ ഇയർ 2015. 2015 ഏറ്റവും ലോകം ആകർഷിക്കപ്പെട്ട വ്യക്തികളെന്നാണ് അദ്ദേഹം അവരെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അതിന് തലക്കൊട്ട് കൊടുത്തിരിക്കുന്ന വാക്യം ഇത്രയാണ്: മറ്റുള്ളവർക്ക് വേണ്ടി നാം ഒരു നന്മ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി അത് മതി മനസ്സ് നിറയാൻ. മറ്റുള്ളവർക്ക് വേണ്ടി നാം ഒരു നന്മ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി അത് മതി മനസ്സ് നിറയാൻ. അദ്ദേഹം പരിചയപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തിയാണ് കോഴിക്കോട്ടുകാരൻ, 33 വയസ്സുള്ള നൗഷാദ് എന്ന് പറയുന്ന വ്യക്തി. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം പത്രങ്ങളിൽ നൗഷാദിനെ പറ്റി. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കിയാണ്. ജീവന് വേണ്ടി പിടഞ്ഞ 2 മനുഷ്യരുടെ ജാതിയും മതവും ഒന്നും നോക്കാതെ അവരെ രക്ഷിക്കുവാനായിട്ട് ചാടി ഇറങ്ങിയ നൗഷാദ് മരിക്കുന്നു. മാൻ ഹോളിലേക്ക് ഇറങ്ങുകയാണ്. 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ മുങ്ങി വീഴുകയാണ്. ആ വീണത് ആരാണെന്നോ ഒന്നും അറിയാതെ ചാടി ഇറങ്ങുകയാണ്. ചാടി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ഇറങ്ങരുത്, അപകടമാണ്. അദ്ദേഹം പറഞ്ഞ വാക്യം ഇതാണ്: മുങ്ങിത്താഴുന്നത് 2 ജീവനല്ലേ എന്ന് പറഞ്ഞു. എടുത്തു ചാടി നൗഷാദും ഈ 2 സംസ്ഥാന തൊഴിലാളികളും മരിക്കുകയാണ്. വല്ല ആവശ്യം കൊണ്ടുവരുന്നു ഈ നൗഷാദിനും? ഇവരെ രക്ഷിക്കേണ്ട വല്ല ആവശ്യം? തൻ്റെ ആരുമല്ല, തൻ്റെ കുടുംബക്കാരല്ല, തൻ്റെ സഹോദരങ്ങളല്ല, ആരുമല്ല. ആരോ 2 പേര് ജീവന് വേണ്ടി പിടയുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ നൗഷാദിന് സാധിച്ചില്ല. അതാണ് സഹജീവി സ്നേഹം. ദൈവസന്നിധിയിൽ പലപ്പോഴും സ്നേഹം നമ്മെ സാഹസികരാക്കി മാറ്റുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുവാൻ കിട്ടുന്ന അവസരം, അത് ജീവനെ കൊടുക്കുവാൻ കിട്ടുന്ന അവസരമാണെങ്കിലും അത് ചെയ്യുന്ന മനുഷ്യനെ ആ ലോകം കാണുന്നത്. അതാ കുരിശിലേക്ക് നോക്കുക, ക്രിസ്തുവിനെ നോക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയാ ക്രിസ്തു മരിച്ചത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാ മരിച്ചത്. അവനെ ആ ലോകം ഇന്ന് കാണുന്നതും നോക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതും. അതുകൊണ്ടാണ് നൗഷാദിനെ പറ്റി ഇന്ന് പലരും പറയുന്നുണ്ട്. അദ്ദേഹത്തെ ദൈവം ഓർക്കും തീർച്ചയായിട്ടും. മറ്റൊരുവരെ രക്ഷിക്കുവാൻ വേണ്ടി ചാടിയിറങ്ങുന്ന മനുഷ്യനെ, അവരുടെ ജീവൻ പോയാലും അത് രക്ഷിക്കുവാനുള്ള സന്നദ്ധത അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്, സാമൂഹിക പ്രതിബദ്ധത ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. 2ാമതൊരു വ്യക്തിയുണ്ട്, വാകത്താനംകാരൻ, 39 വയസ്സേ ഉള്ളൂ, PS ബിനോയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഭാര്യയുടെ മക്കളോടൊപ്പം രാവിലെ പള്ളിയിൽ പോവുക, ബസ്സിൽ കയറി വഴിയിലേക്ക് നോക്കിയപ്പോൾ ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു. ഉടനെ തന്നെ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ഭാര്യയുടെ മക്കളോട് വീട്ടിൽ പൊക്കോളം പറഞ്ഞു. ചാടി ഇറങ്ങി ഈ അപകടത്തിൽപ്പെട്ട വ്യക്തിയെ എടുത്തുകൊണ്ട് ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഈ ആംബുലൻസ് മറിഞ്ഞ് ഈ ബിനോയ് മരിക്കുന്നു. എന്തൊരു വിരോധാഭാസം! അദ്ദേഹത്തിന് വല്ല ആവശ്യമുണ്ടായിരുന്നു? ഭാര്യയുടെ മക്കളോടൊപ്പം അങ്ങ് പള്ളിയിൽ പോയാൽ പോരായിരുന്നു? ഈ വീണ് കിടക്കുന്ന മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ആരുമല്ല, പക്ഷെങ്കിൽ ഉള്ളിലുണ്ട് സഹജീവി സ്നേഹം. എന്നെ പോലെ സൃഷ്ടിച്ച മനുഷ്യനാണിത്. സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഇത് കണ്ടു നീക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹവും ഈ ലോകത്തിൽ നിന്ന് മാഞ്ഞുപോയി. ഇന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചോര വാർന്ന് വീണ് മരിക്കുന്ന മനുഷ്യർ. നോക്കി നിൽക്കുന്ന കേരള സമൂഹമെന്ന് തലക്കെട്ട് കൊടുത്തുകൊണ്ട് പത്രങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈ നോക്കി നിൽക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പലപ്പോഴും എന്താ ചിന്ത? ഇതെൻ്റെ ആരുമല്ല. പക്ഷെങ്കിൽ ഒരു നാൾ ഇതെൻ്റെ ആരെങ്കിലും ആയിരിക്കും. അന്ന് ആരും കാണാതെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വേദന അത് വളരെയേറെ അലോസരപ്പെടുത്തണം നമ്മളെ. പലപ്പോഴും നമ്മളൊക്കെ ശമരിയാക്കാരൻ്റെ കഥയിലെ ലേവ്യനും പുരോഹിതനുമായിട്ട് മാറുന്നുണ്ട്, ഇല്ലയോ?
വളർന്നു വീഴുന്നവനെ കണ്ടു. പക്ഷെങ്കിൽ അതിനപ്പുറം അതിലും വലിയ എന്തോ നമുക്ക് പൂർത്തീകരിക്കുവാനുണ്ട്, ഇവന്റെ അടുത്ത് നിന്നാൽ അതിന് സാധിക്കത്തില്ല എന്ന് പറഞ്ഞായിരിക്കാം ലേവ്യനും പുരോഹിതനും പോയത്. പക്ഷെങ്കിൽ പിറകെ വന്ന ശമരിയാക്കാരൻ നമ്മളെയൊക്കെ വേദനിപ്പിച്ചു കളഞ്ഞു, നമ്മളെയൊക്കെ തോൽപ്പിച്ചു കളഞ്ഞു. അവനാണ് എടുത്തുകൊണ്ടുപോയത്, അവനെ സൗഖ്യമാക്കുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തത്. ഈ ശമരിയാക്കാരൻ നമ്മളെയൊക്കെ നമ്മുടെ ഉറക്കം കെടുത്തിയിരിക്കണം. ഇനിയെങ്കിലും ഒരു മനുഷ്യനെയെങ്കിലും സഹായിക്കുവാൻ ലഭിക്കുന്ന അവസരം, ഇതാണ് സാമൂഹിക പ്രതിബദ്ധത. സമൂഹത്തോട് എന്തെങ്കിലും നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ സമൂഹത്തോട് നമ്മൾ സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ വാക്കുകളിൽ സ്നേഹം ഒതുങ്ങിയാൽ പോരാ, വാക്ക് പ്രവൃത്തിയായി മാറണം. പറയുന്ന വാക്കുകൾ ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് പത്രോസിനോട് ദൈവം പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, എന്താണ്? ഊവ് കർത്താവേ എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ പിന്നീട് കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇഫ് യു ലവ് മീ ദെൻ ഷോ മീ, നീ എന്നെ കാണിക്കാൻ പറഞ്ഞു. നീ എന്നെ കാണിക്കുക, നിന്റെ സ്നേഹം എന്നെ കാണിക്കുക. എൻ്റെ ആടുകളെ മേയിച്ച്, എൻ്റെ കുഞ്ഞാടുകളെ മേയിച്ച്, എൻ്റെ പെണ്ണാടുകളെ മേയിച്ച് നിന്റെ സ്നേഹം എന്നെ കാണിച്ചു തരാനാണ് ക്രിസ്തു പറഞ്ഞത്. ഇതാണ് യേശുവിൻ്റെ സ്നേഹം കാണിച്ചു തന്നു. കുരിശിലാ ക്രിസ്തു കാണിച്ചത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവർ നിങ്ങൾ എൻ്റെ അടുക്കൽ വരാൻ ക്രിസ്തു പറഞ്ഞത് വെറുതെ അല്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്നത് തരും എന്ന് ക്രിസ്തുവിൻ്റെ വാക്ക് വ്യക്തമാക്കിയാണ്. സ്നേഹം പ്രകടമാകണം. സ്നേഹം വാക്കിൽ ഒതുങ്ങരുത്. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ ചെന്നെത്തണം എന്ന് വ്യക്തമാക്കിയാണ്. മൂന്നാമത് ഒരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്തിയാണ്. ബാബു, വയനാട്ടുകാരൻ, 26 വയസ്സേ ഉള്ളൂ, യുവാവാണ്. വയനാട്ടിലുള്ള ഒരു അണക്കെട്ടുണ്ട്, ബാണാസുര അണക്കെട്ട്. അവിടെ ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളി അണക്കെട്ടിൽ വീഴുകയാണ്. ബാബുവിൻ്റെ വീട് ഇതിനടുത്ത് തന്നെയാണ്. അദ്ദേഹം അറിഞ്ഞ് നോക്കി നിന്നവരുടെ ഒക്കെ മാറ്റിക്കൊണ്ട് എടുത്തു ചാടുകയാണ് അണക്കെട്ടിലേക്ക്. വീണാൽ ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് അറിയാമെന്ന ഈ ബാബു എടുത്തു ചാടുകയാണ്. ബാബു മരിച്ചു. ആവശ്യമുണ്ടായിരുന്ന ബാബുവിന് ഒരിക്കലും ഒരാവശ്യവുമില്ലായിരുന്നു. പക്ഷെങ്കിൽ ഉള്ളിലുള്ള സ്നേഹം എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹമായിരുന്നിരിക്കാം. അതേത് ജാതി ആയിരുന്നിരിക്കാം. പക്ഷെങ്കിൽ മതം പഠിപ്പിക്കേണ്ടത് ഈ സഹജീവികളുള്ള സ്നേഹമാണ്. നമ്മുടെ ആത്മീയ പ്രതിബദ്ധതയിലൂടെ കടന്നു പോകേണ്ടത് ഈ സാമൂഹിക പ്രതിബദ്ധതയാണ്. മറ്റുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മൾ മാറ്റിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല. വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ, ലൂക്കോസ് 12, 16 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ഉപമ കർത്താവ് പഠിപ്പിക്കുകയാണ്. ധനവാനായ ഒരു മനുഷ്യന് അവന്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞ സമയത്ത് ഈ മനുഷ്യൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ഈ വിളവുകൾ കൂട്ടിവെക്കുവാൻ തൻ്റെ ഈ കളപ്പുര മതിയാകത്തില്ല, അതുകൊണ്ട് ഇത് പൊളിച്ച് പണിഞ്ഞ് പുതിയൊരെണ്ണം പണിയാം. പക്ഷേ അവസാനം യേശുവിനെ വിളിക്കുന്നൊരു വാക്കുണ്ട്, ഭോഷ എന്ന വാക്കാണ്. ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ നീ കൂട്ടിവെച്ചതൊക്കെ ആർക്കാണ് എന്നുള്ള കർത്താവിന്റെ ചോദ്യം. ദൈവവിഷയത്തിൽ നീ സമ്പന്നനാകണമെന്നും കൂടി പഠിപ്പിക്കുകയാണ്. ഇവിടെ സാമൂഹിക പ്രതിബദ്ധത മറന്നുപോകുന്ന ഒരു യുവാവായിട്ടാണ് അല്ലെങ്കിൽ ഒരു ധനവാനായിട്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ലൊരു മനുഷ്യനായിരുന്നിരിക്കാം, ഇവൻ വലിയൊരു ധനവാനായിരുന്നിരിക്കാം, അവൻ സമ്പാദ്യങ്ങൾ ഒരുപാട് കൂട്ടുകയാണ്. പക്ഷേ ദൈവം എന്തുകൊണ്ട് ഇവനെ ഭോഷൻ എന്ന് വിളിച്ചു? ഒരു മനുഷ്യനെയും കർത്താവ് ഇങ്ങനെ ഒരു വിശേഷണം കൊടുത്ത് അങ്ങനെ വിളിക്കാറില്ല. ഭോഷൻ എന്ന് വിളിച്ചു. എന്തുകൊണ്ടായി കർത്താവ് ഇവനെ വിളിച്ചത് ഭോഷൻ എന്ന്? എന്തുകൊണ്ടായിരിക്കാം? ചിലതൊക്കെ ഇവൻ അറിവില്ലായ്മയാണ്. ഇവന്റെ അറിവില്ലായ്മ ജീവിതത്തിൽ ഈ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു അറിവില്ലായ്മയായിരുന്നു. കൂട്ടിവെക്കേണ്ടത്, അധികമുള്ളത് കൂട്ടിവെക്കേണ്ട കളപ്പുര ഏതെന്ന് അറിയാത്തതായിരുന്നു ഇവന്റെ ഏറ്റവും വലിയ അറിവില്ലായ്മ. നമുക്കൊക്കെ അധികമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അത് കൂട്ടിവെക്കുവാൻ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ വീട്ടിൽ ചിന്തിക്കുക. വീട് കഴിഞ്ഞാൽ ബാങ്ക്, ഇല്ലയോ? പിന്നെ ബാങ്കിൽ കൊണ്ടുവെക്കാം. അത് കഴിഞ്ഞാൽ എന്താണ്? മറ്റൊരു ബാങ്ക്. ഇങ്ങനെ അധികമുള്ളത് കൂട്ടിവെക്കുവാൻ നമ്മൾ വെമ്പൽ കൊണ്ട് ചിന്തിക്കുന്ന ആ ഒരു ചിന്ത തെറ്റാണെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അധികമുള്ളത് കൂട്ടിവെക്കേണ്ട കളപ്പുര ഈ ലോക സമൂഹത്തിന് ചുറ്റും ഉണ്ട് എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അധികമുള്ളത് കൂട്ടിവെക്കേണ്ട കളപ്പുര പുതിയത് പൊളിച്ച് പണിയുകയല്ല, മറിച്ച് മറ്റു കളപ്പുരകൾ ഇന്ന് സമൂഹത്തിലുണ്ട്, വ്യക്തമാക്കുന്നുണ്ട് പിതാക്കന്മാർ. അതിലൊന്ന് ദ ബോസം ഓഫ് ദ നീഡി എന്നാ പഠിപ്പിച്ചത്. ആവശ്യക്കാരുടെ മടിയാണ് നിങ്ങളുടെ ആദ്യത്തെ കളപ്പുര. സാമൂഹിക പ്രതിബദ്ധതയായത് ആവശ്യക്കാരുടെ മടിയിൽ കൊണ്ടുവെക്കണം നിങ്ങൾക്ക് അധികമുള്ളത്. വെക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ നോമ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണ്. പരിശുദ്ധ നോമ്പിൽ ഉപവാസം മിച്ചം എന്ത് ചെയ്യണമെന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യക്കാരെ കണ്ടുപിടിച്ച് അവരുടെ മടിയിൽ കൊണ്ടുവെക്കണം നിങ്ങളുടെയും എന്റെയും ഉപവാസം മിച്ചം. എങ്കിലേ നോമ്പ് സ്വർഗത്തിലേക്ക് ഉയരൂ. ഇല്ലെങ്കിൽ നോമ്പ് നിസ്സാര നോമ്പാ. ദാനധർമ്മം ചേർത്താലേ നോമ്പ് വലിയ നോമ്പാകത്തുള്ളൂ. നമ്മുടെ നോമ്പ് നിസ്സാര നോമ്പായിരുന്നോ അതോ വലിയ നോമ്പായിരുന്നോ? ചിന്തിക്കാം, പുറകോട്ട് പോകാം. എൻ്റെ നോമ്പ് എങ്ങനെയായിരുന്നുള്ളത്? ബോസം ഓഫ് ദ നീഡി, ആവശ്യക്കാരെ കണ്ടെത്തി അവരുടെ മടിയിൽ കൊണ്ടുവെക്കുക നിങ്ങളുടെ അധികമുള്ളത്. 2, ഹൗസ് ഓഫ് ദ വിഡോസ്, വിധവമാരുടെ ഭവനം നമ്മുടെ കളപ്പുരയായി മാറണം. വിധവമാരാരാ? ഭർത്താവ് നഷ്ടപ്പെട്ടവൾ ജീവൻ നഷ്ടപ്പെട്ടവൾക്ക് തുല്യമാണ്. അവളെ പുലർത്തേണ്ട സഭയുടെ സമൂഹത്തിന്റെ കടമയാണ്. അവൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. 3, ദ മൗത്ത് ഓഫ് ദ ഓർഫൻസ്, അനാഥരുടെ അധരങ്ങൾ. അനാഥർ ഒത്തിരി പേരുണ്ട്, അപ്പനും അമ്മയും ആരുമില്ലാത്തവർ. നമുക്കൊക്കെ എല്ലാം ഉണ്ടെങ്കിലും ആരോരുമില്ലാത്ത ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട്. അധികമുള്ളത് അവരുടെ വായിലാണ്, അധരത്തിലാണ് കൊണ്ടുവെക്കേണ്ടത്. അവിടെയാണ് സാമൂഹിക പ്രതിബദ്ധത നമുക്ക് ഉണ്ടാകേണ്ടത്. അയ്യോ പാവം എന്ന് പറയുന്ന ഒരു ഭാവം നമുക്കുണ്ട് പലപ്പോഴും, ഇല്ലയോ? അങ്ങനെ പറ്റിപ്പോയല്ലോ അവനെന്ന് പറഞ്ഞ് നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. അയ്യോ ഇവർക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു പറഞ്ഞത് എന്താ? നിരത്തിയിരുത്താനാ പറഞ്ഞത്. എന്നിട്ട് ആ വിശപ്പിന് ഉത്തരം കർത്താവ് കണ്ടു, വാഴ്ത്തി നുറുക്കി കൊടുത്തു. മനസ്സലിവ് പ്രവൃത്തിയിൽ ചെന്നെത്തണം. അന്ത്യന്യായവിധിയിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പലപ്പോഴും മൗനിയായിട്ട് നമ്മൾ നിൽക്കേണ്ട സാഹചര്യം വരും, ഇല്ലയോ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടോ? വിശന്നു, നിങ്ങൾക്ക് തന്നോ? ദാഹിച്ചു, നിങ്ങൾക്ക് എനിക്ക് കുടിക്കാൻ തന്നോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തലകുനിച്ച് നിൽക്കുവാൻ ഇടവരരുത്. ഇന്നു മുതൽ തുടങ്ങാം. നമുക്ക് രോഗികളെ സന്ദർശിക്കാം, അവരെ സഹായിക്കാം. വിശന്നു വരുന്നവന് ഒരു നേരത്തെ അപ്പം കൊടുക്കാം. ദാഹിച്ചു വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാം. ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മയെങ്കിലും എൻ്റെ ഈ ജീവിതം കൊണ്ട്, ഈ ശ്വാസം നിന്നു പോകുന്നതിന് മുമ്പ് ചെയ്യുവാൻ സാധിച്ചാൽ സ്വർഗം സന്തോഷിക്കും. അതിന് യാതൊരു സംശയമില്ല. സാമൂഹിക പ്രതിബദ്ധതയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലരും ചെയ്യുന്നുണ്ട്, അല്ലയോ? ചെയ്യുന്നുണ്ടോ? ഞങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ചെയ്യുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു അപകടം മറഞ്ഞിരിപ്പുണ്ട്, അല്ലയോ? പബ്ലിസിറ്റിക്ക് വേണ്ടി പലപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലയോ? ഇതൊക്കെ കണ്ട് മറ്റുള്ളവരത് കണ്ട് ഞങ്ങളെ അഭിനന്ദിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അപകടം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്നത്തെ നമുക്കറിയാം, ഫേസ്ബുക്കും വാട്സപ്പും പോലുള്ള നവമാധ്യമങ്ങളിലൂടെ നമ്മൾ ചെയ്ത വലിയ കാര്യങ്ങളൊക്കെ ഇട്ട് ലൈക്ക് മേടിക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷെങ്കിൽ പബ്ലിസിറ്റി ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഈ ജീവകാരുണ്യം എന്ന് പറഞ്ഞത്. ആരും അറിയാതെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആർക്കെങ്കിലും സാധിച്ചാൽ ദൈവമാണ് കാണുന്നത്, ദൈവമാണ് നമ്മളെപ്പറ്റി വിലയിരുത്തുന്നത്. യേശു തമ്പുരാൻ ഈ പബ്ലിസിറ്റിയെ വളരെയേറെ വെറുത്തിരുന്നു. താൻ എന്ത് അത്ഭുതം ചെയ്താലും അവരോട് പറയും, എന്താണ്? ആരോടും പറയരുത്, ചെയ്യുന്നത് ആരോടും പറയരുത്. എന്നാൽ യേശുവിന് ലഭിച്ച ഏറ്റവും വലിയൊരു പബ്ലിസിറ്റി ഉണ്ട്, അത് മരണത്തിന് ശേഷമാണ്. കുരിശിൽ കിടന്ന കർത്താവിനെ നോക്കി ശതാധിപൻ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. അത് വിലക്കിയില്ല കർത്താവ്, അത് സ്വർഗവും ആരും വിലക്കിയില്ല. മരിച്ചു കഴിഞ്ഞ് ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് പറയുന്ന പബ്ലിസിറ്റി, അതാ നമുക്ക് വേണ്ടത്. മരിച്ചു കഴിഞ്ഞ് മറ്റൊരുത്തൻ പറയണം, ഇവൻ നല്ല മനുഷ്യനായിരുന്നു, നല്ല സ്ത്രീ ആയിരുന്നു എന്ന് വ്യക്തമായിട്ട് അനുഭവത്തിലൂടെ പറയാൻ സാധിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പബ്ലിസിറ്റി ഇത് തന്നെയാണ്. മരിക്കുന്നതിന് മുമ്പ് നന്മകൾ ചെയ്തിട്ട് മരിച്ചതിന് ശേഷം ഒരുത്തൻ പറയുകയാണ്, ഇവൻ നല്ല മനുഷ്യനായിരുന്നു, നല്ല സ്ത്രീ ആയിരുന്നു എന്ന് പറയിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ദൈവം സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കും. സാമൂഹിക പ്രതിബദ്ധതകൾ നമുക്ക് ഒരിക്കലും മറന്നു പോകരുത്. 2 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നമുക്ക് നൽകിയിരിക്കുന്ന പേര് ദൈവത്തിൻ്റെ ദാസന്മാരെന്ന പേരാണ്. അതിലൂടെ ലഭിക്കുന്ന പുണ്യം വിശുദ്ധീകരണവും നിത്യജീവനമാണ്. അങ്ങനെയെങ്കിൽ തിരിച്ച് ദൈവത്തോടുണ്ടായിരിക്കേണ്ട പ്രതിബദ്ധതകളെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അതിലൊന്ന് സ്പിരിച്വൽ കമ്മിറ്റ്മെൻ്റ് ആണ്, ആത്മീയ പ്രതിബദ്ധതയാണ്. ദൈവത്തിൻ്റെ യജമാനത്വം നമ്മൾ അംഗീകരിക്കുക. മറ്റൊരു യജമാനനും
നമുക്കുണ്ടായിരിക്കാൻ പാടില്ല. 2 സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്. സഹജീവികളെ സ്നേഹിക്കണം. ഈ എളിയവരിൽ ചെയ്യുന്നത് എനിക്കാണ്, ദൈവത്തിൻ്റെ വാക്കാണ്. ഈ എളിയവർ ആരാണ് എളിയവരെന്ന് നമ്മളാ കണ്ടുപിടിക്കേണ്ടത്. എവിടെയാണ് എളിയവരെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എവിടെയാണെന്ന് പോയി കണ്ടുപിടിക്കേണ്ട കടമ നമുക്കുണ്ടാകും. അല്ലാതെ ആരും എളിയവർ ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. എളിയവരെ കണ്ടെത്തി അവർക്ക് വേണ്ട നന്മ ചെയ്യേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ അർത്ഥമെന്ന് പറയുന്നത്. സഹജീവികളുള്ള സ്നേഹം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത കൂട്ടട്ടെ. 3 ഒരു പ്രതിബദ്ധത കൂടി ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 1 സ്പിരിച്വൽ, 2 സോഷ്യൽ. അങ്ങനെയാണെങ്കിൽ 3 സെൽഫ് കമ്മിറ്റ്മെന്റ്, ആന്തരിക പ്രതിബദ്ധത. എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു പ്രതിബദ്ധത. എന്തായിരിക്കാം അത്? നമുക്ക് നമ്മോട് തമ്മിൽ എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഞാനെന്ന വ്യക്തിയായ എനിക്ക് നിങ്ങളോട് തന്നെ സംസാരിച്ചിട്ടുണ്ടോ? നമ്മളോട് തന്നെ സംസാരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം. കാരണം നമ്മളെ കണ്ടാലേ, നമ്മളെ അറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ ആരാണെന്നുള്ള അറിവ് ഉണ്ടാകണം ദൈവസന്നിധിയിൽ. നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോഴറിയാം, 19-ാം നൂറ്റാണ്ടിൻ്റെ വലിയൊരു നവോത്ഥാന നേതാവായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളും പ്രവർത്തനങ്ങളൊക്കെ ഈ കേരള സമൂഹത്തിന് വളരെ പ്രയോജനപ്രദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠകൾ വളരെയേറെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളതായിരുന്നു. അതിലൊന്നാണ് ആലപ്പുഴയിൽ അദ്ദേഹം സ്ഥാപിച്ച കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയും. വായിച്ചിട്ടുണ്ടായിരിക്കാം, മിറർ ഐഡൽ. അദ്ദേഹം ഇത്രയേ ചെയ്തുള്ളൂ, ദൈവത്തിന്റെ സ്ഥാനത്ത് ഒരു കണ്ണാടി കൊണ്ട് പ്രതിഷ്ഠിച്ചു. മറ്റൊരു രൂപവും പ്രതിഷ്ഠിച്ചില്ല, ഒരു കണ്ണാടി കൊണ്ട് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ഒരുത്തൻ ദൈവത്തെ കാണാൻ വരുമ്പോൾ അവൻ കാണുന്നത് എന്താണ്? ഈ കണ്ണാടിയെ കാണുന്നത്. കണ്ണാടി നോക്കുമ്പോൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട്, അവനെ തന്നെ കാണുന്നുണ്ട്. ഇതിൻ്റെ വലിയൊരു അർത്ഥതലം ഇതിനകത്തുണ്ട്. എന്തെന്നറിയാവോ? നീ ദൈവത്തെ കാണണമെങ്കിൽ നീ ആദ്യം കാണേണ്ടത് ആരെയാണ്? നീ നിന്നെ തന്നെയാണ് കാണേണ്ടത്. നിന്റെ ഉള്ളിലേക്കാണ് നീ നോക്കേണ്ടത്. ഉള്ളിലെ കണ്ണുകൊണ്ട് നീ കാണണം. നമ്മൾ പാടുന്നുണ്ട്, ധ്യാനപീഠ മതിൽ കയറി ഉള്ളിലെ കണ്ണുകൊണ്ട് നീ കാണും. ഉള്ളിലെ കണ്ണുകൊണ്ട് നീ കാണേണ്ടത് ആരെയാ? നീ നിന്നെ തന്നെ. ഞാൻ എന്നെ തന്നെ കണ്ടാലേ നിനക്ക് ദൈവത്തെ കാണാൻ പറ്റൂ. അതാണ് ആന്തരിക പ്രതിസന്ധി, അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത എന്നൊക്കെ പറയുന്നത്. നമ്മളെ തന്നെ കാണുവാൻ, നമ്മളെ തന്നെ അറിയുവാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടാകണം. ആരാ നമ്മളാരാണ്? ദൈവം പറഞ്ഞിട്ടുണ്ട് ദൈവം ആരാണെന്ന്. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആകുന്നവൻ ഞാനാണ്. മനസ്സിലായോ എൻ്റെ അർത്ഥം? അത്രയ്ക്ക് പിടികിട്ടത്തില്ല പഴയ നിയമത്തിലെ ദൈവം പറയുന്ന കാര്യങ്ങൾ. പക്ഷെ പുതിയ നിയമത്തിലെ വരുമ്പോൾ ദൈവം കുറച്ചുകൂടി മനുഷ്യനോട് താതാത്മ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് 7 കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എന്താ? ഞാൻ വാതിലാകുന്നു, ജീവന്റെ അപ്പമാകുന്നു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു, പുനരുത്ഥാനവും ജീവനുമാകുന്നു, വഴിയും സത്യവുമാകുന്നു, മുന്തിരിവള്ളിയാകുന്നു. ഇങ്ങനെയെങ്കിൽ ദൈവം ആരാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാണെന്ന് ദൈവത്തോട് പറയേണ്ട കടമ നമുക്കുണ്ട്. ആരാ നമ്മൾ? എന്താ നമ്മൾ പറയേണ്ടത്? നമ്മൾ ആരാണ്? ദൈവത്തെ കണ്ടപ്പോൾ പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനെന്ന് ഒരു ദൈവപുരുഷന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവപുരുഷനോ ഒരു ദൈവപുത്രനോ ഒന്നുമല്ലാത്ത സാധാരണക്കാരായ ഞാനും നിങ്ങളും ദൈവത്തോട് പറയേണ്ടത് എന്താണ്? ഞാൻ ആരാണ്? പാപികളിൽ ഒന്നാമനാണെന്നുള്ള വാക്യം. അതിനാണ് നമ്മൾ കുറിയലായുസം ചൊല്ലുന്നത്. എന്താ കുറിയലാസിന്റെ അർത്ഥം? കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, കാരണം ഞാൻ പാപിയാണ്. പാപിയായതുകൊണ്ട് എന്നോട് നീ കരുണ തോന്നണമേ എന്ന് ഏറ്റുപറയുക. കുറിയലായുസം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീസസ് പ്രയറാണിത്, മറന്നു പോകരുത്. യാത്രകളിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സമസ്ത മേഖലകളിലും നിങ്ങൾ സഞ്ചരിക്കുമ്പോഴും ഈ പ്രാർത്ഥന ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് ദൈവതമ്പുരാൻ നിങ്ങളെ രക്ഷിക്കും. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞത്. ഈ ഒറ്റ പ്രാർത്ഥന ഉള്ളിലുണ്ടാകണം, കുറിയലായുസൻ എന്ന ഉരുവിടണം. കാരണം ഞാൻ പാപിയാണെന്ന് ദൈവത്തോടുള്ള ഏറ്റുപറച്ചിലാണ് ഇത് വ്യക്തമാക്കുന്നത്. ദൈവം ഒരിക്കൽ 2 വ്യക്തികളോട് പേര് ചോദിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ. ആരോടൊക്കെയാണെന്നറിയോ? പഴയ നിയമത്തിലാണ് ഒരു മനുഷ്യനോട് മൽപ്പിടുത്തം നടത്തുകയാണ്. ആ സമയത്ത് അവനോട് പറഞ്ഞു, നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ യാക്കോബാണെന്ന് പറഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ദൈവം അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യനെ കാണുമ്പോൾ പറയുകയാണ്, നിന്റെ
പേരെന്താണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ലെഗിയോൻ എന്നും പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഒരുത്തിനോട് പേരെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ദിവസത്തിൽ നമുക്കറിയാം ദൈവം എല്ലാവരും പേര് ചൊല്ലി വിളിക്കുന്ന വലിയ ദൈവമാണ്. പക്ഷെങ്കിൽ ഈ ദൈവം ചോദിക്കുക നിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വലിയ അർത്ഥമുണ്ട്. നീ യാത്ര ചെയ്യുന്നത് ലക്ഷ്യം തെറ്റിയുള്ള യാത്രയാണ്. ലക്ഷ്യം തെറ്റിയുള്ള യാത്ര ചെയ്യുന്ന മനുഷ്യനോട് ദൈവം ചോദിക്കും നിന്റെ പേരെന്താണെന്ന്. ശ്രദ്ധിച്ചോണം, ഇനി ഉറക്കത്തിൽ ദൈവം നമ്മളോട് ചോദിക്കും നിന്റെ പേരെന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ യാത്രകൾ ലക്ഷ്യത്തിലോടാണോ ലക്ഷ്യം തെറ്റിയാണോ എന്ന് ചിന്തിക്കുക. ഈ പേര് ചോദിക്കുമ്പോൾ യാക്കോബ് പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ പേര് യാക്കോബ് എന്നാണ്. ലെഗിയോൻ പറഞ്ഞു ഞാൻ ലെഗിയോൻ എന്നാണ്. അതിൻ്റെ അർത്ഥം വലിയ അർത്ഥമാണ്. യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഉപായി എന്ന പഠിക്കുന്നു. മറ്റൊരു അർത്ഥമുണ്ട് സപ്ലാന്റർ, അന്യന്റെ സ്ഥാനം അപഹരിക്കുന്നവനെന്ന യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം. ദൈവം പിടിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞു ഞാൻ അന്യന്റെ സ്ഥാനം അപഹരിക്കുന്ന ഉപായിയായ ചതിയനായ ദുഷ്ടനായ മനുഷ്യനെന്ന് കുമ്പസരിച്ചു യാക്കോബ്. ഇതാണ് ഏറ്റുപറച്ചിൽ. ദൈവത്തോടുള്ള ഏറ്റുപറച്ചിൽ ഇതായിരിക്കണം ദൈവസന്നിധിയിൽ. കുമ്പസാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. പക്ഷെങ്കിൽ ഉള്ളിലുണ്ടാകണം. ഉള്ളിലുള്ള പാപബോധത്തെയാണ് ദൈവത്തോട് ദൈവം പിടിച്ചപ്പോഴാണ് യാക്കോബ് പറഞ്ഞത്. പക്ഷെങ്കിൽ ദൈവം നമ്മളോട് പറയുകയാണ് ഞാൻ പിടിക്കുന്നതിന് മുമ്പ് നീ പറയണം എന്നോട്. ഞാൻ പിടിക്കുന്നതിന് മുമ്പ് നീ ഏറ്റുപറയണം. ഏറ്റുപറയാനുള്ള ആർജവത്വം നമുക്ക് കാണിക്കാം. ഞാൻ പാപിയാണെന്നുള്ള ഏറ്റുപറച്ചിൽ യാക്കോബ് പറഞ്ഞതുപോലെ. നീ ലെഗിയോന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു മനുഷ്യന്റെ ദേഹത്താണ് ഈ പിശാച് കയറിയത്. ലെഗിയോൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ലെഗിയോൻ എന്നാൽ ഞങ്ങൾ പലരെന്നാണ് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ലെഗിയോൻ എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിലെ ഒരു സൈന്യത്തിന്റെ കൂട്ടത്തിന് പറയുന്ന പേരാണ്. 3000 മുതൽ 6000 വരെ കാലാളുകളും കുതിര പടയാളികളുമുള്ള ഒരു സൈന്യത്തിന്റെ പേരാ ലെഗിയോൻ. അപ്പം ഈ മനുഷ്യന്റെ ദേഹത്ത് കയറിയിരിക്കുന്ന അശുദ്ധാത്മാവ് എത്ര ആയിരിക്കാം? 1, 2 ഒന്നുമല്ല, 1000കണക്കിന് അശുദ്ധാത്മാക്കളുള്ള ഒരു മനുഷ്യനെയാണ് ദൈവം ചോദിക്കുന്നത് നിന്റെ പേരെന്താണ്. അവൻ ഒന്നും ഒളിച്ചില്ല. അവൻ പറഞ്ഞു ഞാൻ ലെഗിയോൻ തന്നെയാണ്. ഉടനെ തന്നെ അവന്റെ അശുദ്ധാത്മാവിനെ ദൈവം ഏറ്റുപറഞ്ഞു, എടുത്തു കളയുകയാണ്. ഉള്ളിലെ പാപത്തെ ദൈവം എടുത്തു കളയണമെങ്കിൽ നമ്മൾ ആരാണെന്ന് ദൈവത്തോട് ഏറ്റു പറയേണ്ടത് ഞാൻ പാപിയാണെന്ന്, ദൈവസന്നിധിയിൽ അകന്നു പോകുന്ന മനുഷ്യനാണെന്നുള്ള ഏറ്റുപറച്ചിൽ നമുക്കുണ്ടാകണം. ഇതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസ്ഥ. ഇത് സെൽഫ് കമ്മിറ്റ്മെന്റ് ആണ്. നമ്മുടെ ഉള്ളിലെ പാപബോധത്തെ ദൈവത്തോട് ഏറ്റുപറയാം. യെരമ്യാ പ്രവചനം 14 അധ്യായം 20 വാക്യം. ഇസ്രായേൽ ജനം ഏറ്റുപറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടതയും പിതാക്കന്മാരുടെ അന്യായവും അറിയുന്നു. ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റുപറച്ചിൽ. പിതാക്കന്മാരുടെ ദുഷ്ടതയും അന്യായവും ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ. ഈ ഏറ്റുപറച്ചിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ മുമ്പേ പറഞ്ഞു സ്നേഹം നമുക്കുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാ. അത് പ്രകടിപ്പിച്ച് തന്നെ തീരണം. അതുപോലെ പാപം നമ്മുടെ ഉള്ളിൽ വന്നാൽ അത് ഏറ്റുപറയാനുള്ളതാ, ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. പാപം നമ്മളെ ഭരിച്ചാൽ ആത്മീയമായിട്ട് മനുഷ്യൻ മരിക്കും. പാപത്തിന്റെ ഭരണം നമ്മൾ ഒരിക്കലും ഏറ്റെടുക്കരുത്. പാപം ഒരിക്കലും നമ്മെ ഭരിക്കുവാൻ അനുവദിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് പാപത്തിൽ നിന്ന് മനുഷ്യനെ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തു. എവിടെ വെച്ച്? കുരിശിൽ വെച്ച്. പാപമില്ലാത്ത ഒരു മനുഷ്യനാണ് നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടത്. ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ മരണം, യേശുവിന്റെ മരണം എന്തിനു വേണ്ടിയായിരുന്നു? ആദാം ചെയ്ത പാപം, ആദാം ചെയ്ത അനുസരണക്കേടെന്ന പാപം തുടങ്ങി അന്നു മുതൽ ഇന്നോളമുള്ള മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയാ യേശു മരിച്ചത്. കുറ്റമില്ലാത്ത രക്തമാണ് അവിടെ ഒഴുകിയത്. എന്നിട്ടും ഒരു പരിഭവവും പരാതിയുമില്ലാതെ അത് സ്വീകരിച്ച ക്രിസ്തുവിന്റെ അനുയായി എന്ന പേരാ നമുക്കുള്ളത്, ക്രിസ്ത്യാനി. ഈ ക്രിസ്ത്യാനിയാകുന്ന നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ എന്തൊക്കെയാണ് ചിന്തിച്ചു നോക്കാം. സെൽഫ് കമ്മിറ്റ്മെന്റ്. ഉള്ളിലേക്ക് നോക്കാം. ഉള്ളിലേക്ക് നോക്കിയിട്ട് കണ്ട് അറിഞ്ഞ് തിരുത്താൻ പറ്റുന്നൊക്കെ തിരുത്തിയിരിക്കണം. അല്ലാതെ ഈ ശ്വാസം പോകുന്നതിന് മുമ്പ് നമുക്ക് പോകുവാൻ അനുവാദമില്ല. നമ്മുടെ ഉള്ളിലെ പാപം എന്ത് തന്നെ ആയിരിക്കാം, അത് ഉള്ളിലെ ഉള്ളറകളിൽ നമ്മൾ മാത്രം അറിയുന്ന പാവങ്ങളുണ്ട്. ആരോട് പങ്കുവെക്കാത്ത ഒരുപാട് പാപങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയൊക്കെ ഒന്ന് തുറന്നു വെക്കാം. ദൈവത്തോടെ ഏറ്റുപറയുക, കുമ്പസാരിച്ച് പുതിയ മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാം.
ആ ദൈവിക ജീവിതമാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ശ്രേഷ്ഠമായ വേദഭാഗം റോമർക്ക് എഴുതിയ 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആസ്പദമാക്കി ഒരു മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന പേര് ദാസൻ എന്ന പേരാണ്. ഈ ദാസൻ യജമാനുണ്ടാകേണ്ട ചില പ്രതിബദ്ധതകളെ പറ്റി മാത്രമാണ് സംസാരിച്ചത്. അതിലുണ്ടാവുന്ന ആദ്യത്തെ പ്രതിബദ്ധത ഒരു സ്പിരിച്വൽ കമ്മിറ്റ്മെൻ്റ് ആണ്, ആത്മീയ പ്രതിബദ്ധതയാണ്. എന്താണ് ആത്മീയ പ്രതിബദ്ധത? ദൈവത്തിൻ്റെ യജമാനത്വം അംഗീകരിക്കുക. മറ്റൊരു യജമാനനും നമുക്കുണ്ടാകരുത്. ലോകവും പാപവും മരണവും ഒരു യജമാനനും നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് ഇറങ്ങി വരുവാൻ സന്നദ്ധത കാണിക്കണം. സക്കായിയെപ്പോലെ ഇറങ്ങി വരുവാനുള്ള സന്നദ്ധത കാണിക്കണം. അത്തിയുടെ ചുവട്ടിൽ ഇരുന്നപ്പോൾ ദൈവം ഒരു മനുഷ്യനെ കണ്ടു. ആരെയാ കണ്ടത്? നഥനീലിനെ ദൈവം കണ്ടു. അത്തിയുടെ ചുവട്ടിൽ പ്രാർത്ഥന ദൈവം കണ്ടു. അവനെ ദൈവം പ്രശംസിച്ചു. നീ സാക്ഷാൽ ഇസ്രായേലിൽ, നിന്നിൽ കാപട്യമില്ല എന്ന് പറഞ്ഞ് അവനെ പ്രശംസിച്ചു. ചുവട്ടിൽ പ്രാർത്ഥനയുണ്ട്. എന്നാൽ യേശുദമ്പുരാൻ ഒരു അത്തിയെ ശപിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ. എന്തിനാണ്? ഫലമുണ്ടെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അതിൽ ഫലമില്ല, ഇലകൾ കൊണ്ട് മൂടപ്പെട്ടു, മുകളിൽ പ്രാർത്ഥനയില്ല. അടിസ്ഥാനം പ്രാർത്ഥനയുണ്ടെങ്കിലും പ്രവൃത്തിയിൽ പ്രാർത്ഥനയില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശാപം നമ്മൾ ഏറ്റെടുക്കും. അതുകൊണ്ടാണ് ദൈവം തിരുത്തിയത്. അത്തിയിൽ നിന്നൊരുത്തനെ വിളിച്ച് ഇറക്കുന്നുണ്ട്. സക്കായിയെ തിരുത്തുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ യജമാനൻ ഇനിയും സമ്പത്തല്ല, മറിച്ച് ദൈവമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഈ ഒരു പഠിപ്പിക്കലിൻ്റെ പാഠം നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വീകരിക്കാം. ആത്മീയ പ്രതിബദ്ധതയുള്ളവരായി മാറാം. 2 സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്. ദൈവസന്നിധിയിൽ സമൂഹത്തോടുണ്ടാകുന്ന നമ്മുടെ പ്രതിബദ്ധത. അത് സഹജീവികളുള്ള സ്നേഹമായിരിക്കാം, അത് ആര് തന്നെ ആയിരിക്കാം, അത് ഏത് മനുഷ്യനായിരുന്നാലും അവനെ ഒരു തുള്ളി സ്നേഹം നമുക്ക് നൽകുവാൻ സാധിച്ചാൽ അത് വാക്കിലൊതുങ്ങാത്ത, വാക്കിൽ നിന്ന് അപ്പുറമുള്ള ഒരു പ്രകടനമായി നമ്മുടെ പ്രവൃത്തി മാറുമ്പോൾ ദൈവം അത് അംഗീകരിക്കുകയാണ്. 3 സെൽഫ് കമ്മിറ്റ്മെൻ്റ് ആണ്. എനിക്ക് എന്നോട് തന്നെയുള്ള പ്രതിബദ്ധത. ഞാൻ ആരാണെന്നുള്ള അറിവുണ്ടാകണം. ആ അറിവിൽ നിന്ന് ഏറ്റുപറച്ചിലും ഉണ്ടാകണം. പാപിയാണെന്നുള്ള ഏറ്റുപറച്ചിൽ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നമ്മെ ഇടയാക്കട്ടെ. ആ പരിശുദ്ധൻ്റെ പ്രത്യേകാൽ പരിശുദ്ധനായ പരിമലത്തിനുവേണ്ട മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവമേ, പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് ഞങ്ങൾ കേട്ട ഈ വചനങ്ങളെ നീ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ വായിൽ നിന്ന് വന്ന തെറ്റുകളെ, കുറ്റങ്ങളെ നീ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ഞങ്ങളുടെ പ്രതിബദ്ധതകളെ നീ അവിടുന്ന് കാണണമേ. അതറിഞ്ഞ് അതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. സമൂഹത്തോടും ദൈവത്തോടും ഞങ്ങളോട് തന്നെയുള്ള കടമകളെ നിറവേറ്റുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. ഈ ഒരു ദിവസത്തെ ധന്യമാക്കി തന്ന കൃപയ്ക്കാട് സ്തുതിക്കുന്നു. ഒന്നു ചേർന്ന് ഏവരെയും അനുഗ്രഹിക്കണമേ. കുടുംബമായിട്ട്, സഭയായിട്ട്, സമൂഹമായിട്ട് ഈ ലോകത്തിൻ്റെ പാപ മ്ലേച്ഛതകളെ നീക്കുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയ എല്ലാ ആത്മാക്കളെയും ഇമ്പങ്ങളെ പർദീസയിൽ ആക്കണമേ. ആയ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാണ്ട് തന്നെ.